ഇപ്പോൾ ചലച്ചിത്ര താരം അഞ്ജലി അമീർ തത്സമയം 24 ചേരുന്നു, ലൈവ് തോണിൽ ചേരുന്നുണ്ട്. ശ്രീമതി അഞ്ജലി അമീർ, ഇവിടെ എന്താണ് ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുള്ള സമയം ഏറ്റവും ഒടുവിൽ ശ്രീലേഖ മിത്ര എന്നൊരു ബംഗാളി നടി നമ്മളോട് പറയുകയായിരുന്നു അവർക്ക് നേരിട്ട അനുഭവം. ഈ റിപ്പോർട്ട് കണ്ടിരുന്നോ? ഈ റിപ്പോർട്ടിൽ എന്ത് തുടർ നടപടി വേണമെന്നാണ് അഞ്ജലിയുടെ ഒരു നിലപാട്? തീർച്ചയായും ഞാൻ ഈ റിപ്പോർട്ട് കണ്ടിരുന്നു. ഈ റിപ്പോർട്ടിൽ എന്തായാലും അതിൻ്റെതായ എല്ലാവർക്കും നീതി കിട്ടണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു മീറ്റു ആരോപണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് വരുന്നതിൽ ഒരു ഔചിത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുന്ന സമയത്ത് ആ സമയം പ്രതികരിച്ച് ആ സമയം നമ്മൾ കേസുമായി മുന്നോട്ട് പോകുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരും എന്താണ് അങ്ങനെ ചെയ്യാതെ കാലങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ആ മൂവി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു പ്രവണത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉന്നയിച്ച് വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സോ ആഷ്മി, ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. നമ്മൾ ആ സമയത്തല്ലേ നമ്മൾ പ്രതികരിച്ചാൽ കുറച്ചും കൂടെ അതിന് അനുകൂലമായിട്ട് വിധികളും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും ഒരു അച്ചടക്ക നടപടിയും ആ സെറ്റിലും ഉണ്ടാവും. കുറെ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും ഇങ്ങനെ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലുള്ള ഔചിത്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. അഞ്ജലി, ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്നത് ഒരു സർക്കാർ നിയോഗിച്ച സമിതിയാണ്. ആ സമിതി അവിടെ പോയിരുന്ന് വ്യവസ്ഥാപിതമായി അതിന്റെ പ്രൊസീജിയർ പ്രകാരം ഇവരോട് കാര്യങ്ങൾ ആരായുകയാണ്. അപ്പോൾ തെളിവ് സഹിതം അവർ പറയുന്നതിനർത്ഥം അവർക്ക് പുറത്തു വന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിൽ നഷ്ടമടക്കം ഒരുപക്ഷെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുമെന്ന് അടക്കം ഭയമുണ്ട് എന്നവർ ജസ്റ്റിസ് ഹേമയോട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമ്മൾ അങ്ങനെ നിഷ്കളങ്കമായി പറയാൻ കഴിയുമോ? അങ്ങനെ ദുരനുഭവം അപ്പൊ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കാൻ പറ്റുമോ ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് കൂടി അഞ്ജലി? തീർച്ചയായും ആഷ്മി, എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരു ദുരനുഭവം നേരിട്ടാൽ നമ്മൾ തന്നെ ആ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കുന്നത് അവിടെ ഒരു വ്യക്തത ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു നീതി നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. സോ നമ്മൾ നോ പറയുന്നിടത്ത് എന്തായാലും ആരും കടന്നാക്രമിക്കാനൊന്നും നിൽക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഞാനും മലയാളം, തമിഴ്, തെലുങ്ക് 3 ഭാഷകളിൽ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഐ ഫീൽ ലൈക്ക് എന്താന്ന് വെച്ചാൽ നമുക്കൊരു ദുരനുഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു മിസ്ബിഹേവിങ് ആരെടുത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ സ്പോട്ട് അതിന് ഡയറക്ടർ എടുത്തോ ബന്ധപ്പെട്ടവരെടുത്തോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി തന്നെ നമുക്ക് പോലീസിന്റെ അടുത്തോ നമുക്ക് പ്രതികരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും പ്രതികരിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 38-ാം പാരയിൽ പറയുന്നുണ്ട്, ദ എക്സ്പീരിയൻസസ് വിച്ച് മേ വിമൻ എന്ന് ജസ്റ്റിസ് ഹേമ പറയുകയാണ്. The experiences which women may gone through in cinema are really shocking and are of such gravity that they had not disclosed these details even to the close family members. എന്തുകൊണ്ടാണെന്ന് പറയുന്നു, on knowing how Malayalam film industry runs and the consequences which women in cinema may face if they openly state what they have gone through, we are satisfied that women in cinema are justified in not disclosing their experiences in public or even to the close family members എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജസ്റ്റിസ് പറയുകയാണ്, മലയാള സിനിമയുടെ ഈ മാഫിയയുടെ പ്രവർത്തനം അന്വേഷിച്ചപ്പോൾ ഈ കുട്ടികൾ ഇത് മിണ്ടാതിരിക്കുന്നതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം അത്രത്തോളം ദൂരവ്യാപക പ്രത്യാഘാതം അവർക്കുണ്ടാകും എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമയാണ്. പക്ഷെ എനിക്ക് എത്രയൊക്കെ അത് ഒരു ജസ്റ്റിസ് ഇങ്ങനെ വന്നതിന് ശേഷം തെളിവെടുപ്പിന്റെ ശേഷം ഇങ്ങനെ പറയുന്നതിനേക്കാളും നമ്മൾ ഓൺ ദ സ്പോട്ട്, ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു ആഷ്മി. എന്താന്ന് വെച്ചാൽ തീർച്ചയായും നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമാണ്. നമുക്ക് എന്തുകൊണ്ട് ഒരു കേസുമായി മുന്നോട്ട് പോകുന്നില്ല? അവിടെ നമ്മൾ മിണ്ടാതിരിക്കുന്നതോട് കൂടി ലൈക്ക് ആ വ്യക്തികളെ അല്ലേ നമ്മൾ രക്ഷിക്കാൻ നോക്കുന്നത് ആ സമയം. അഞ്ജലി, ഒരു ഐഡിയൽ സാഹചര്യത്തിൽ ഓക്കെ, നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടി ഒരു പ്രമുഖ നടി പീഡിപ്പിക്കപ്പെട്ട നാട് കൂടിയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ ഇവർ WCC ഉണ്ടാവുന്നത്, ഈ ഹേമ കമ്മിറ്റി ഉണ്ടാവുന്നതൊക്കെ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് പുറത്തേക്ക് പറഞ്ഞാൽ ഈ 15-അംഗ പവർ ഗ്രൂപ്പ് ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ളവരാണെന്ന് അറിയുന്നവരാണ്. ഇനി മുതൽ അവർക്ക് ആ സിനിമ കിട്ടില്ല എന്നറിയുന്നവരാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ സമയത്ത് അതിൽ പ്രതികരിച്ച നടിമാരുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാമല്ലോ അഞ്ജലി. രമ്യ നമ്പീശ്വർ അടക്കം എത്രമാത്രം അവസര നഷ്ടമുണ്ടായി നമുക്കറിയാമല്ലോ അഞ്ജലി. വൺ സെക്കൻഡ് ആഷ്മി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതേ നടി, ഇതേ നമ്മള് വിക്ടിമായ നടി എന്ന് പറയുന്നു, ആ ചേച്ചി ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ആ ചേച്ചിയുടെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ചേച്ചി ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന ഒരാളാണ്. ഒരിക്കലും പറ്റത്തില്ല. അല്ല അഞ്ജലി, അതിനെടുക്കേണ്ടി വരുന്ന സ്ട്രഗിൾ എന്താണ്? അതിന് കൂടെ നിൽക്കുന്നതിന് രമ്യ നമ്പീശ്വർ അടക്കം പാർവതി തിരുവോത്തടക്കം അവരുടെ കരിയറിൽ നേരിടുന്ന വെല്ലുവിളി എത്രയാണ്? കഴിഞ്ഞ 7 വർഷങ്ങളിൽ രമ്യ നമ്പീശ്വർ എന്ന പ്രതിഭാതനയായ അഭിനേത്രി അഭിനയിച്ച സിനിമകൾ എടുത്തു നോക്കൂ അഞ്ജലി. അങ്ങനെ നിഷ്കളങ്കയാവില്ലേ പ്ലീസ്? നിഷ്കളങ്കല്ല ആഷ്മി, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് പറയുന്നതല്ലേ ഏറ്റവും ബെറ്റർ എന്നാണ് എന്റെ ചോദ്യം. ഉറപ്പായും അങ്ങനെ പറയുന്നതാണ് ശരി എന്നാണ് എൻ്റെ മറുപടി.
പക്ഷേ അതൊരു ഐഡിയൽ സ്റ്റേറ്റിലാണ്, അതൊരു ഐഡിയൽ സാഹചര്യത്തിലാണ്. ഈ എക്കോസിസ്റ്റം അങ്ങനെ ഐഡിയൽ എക്കോസിസ്റ്റം അല്ല. അങ്ങനെ പുറത്ത് പറഞ്ഞാൽ ഒതുക്കി കളയുന്ന ഒരു എക്കോസിസ്റ്റമാണ്, ഇല്ലാതാക്കുന്ന എക്കോസിസ്റ്റമാണ്. അങ്ങനെ ഒരു ഒതുക്കി കളയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ നടീന്റെ ഇഷ്യൂ നമുക്ക് പലരും ഒതുക്കി കളയേണ്ടതല്ലായിരുന്നു ആഷ്മി. പിന്നെ എനിക്ക് എസ്പെഷ്യലി പറയാനുള്ളത്, അല്ല, ആ നടിയുടെ ഇഷ്യൂ ഒതുക്കി തീർക്കാൻ കഴിയാത്തവണ്ണം പി ടി തോമസിന്റെ ഇടപെടലൊക്കെ അക്കാലത്തെ വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഒതുക്കി തീർക്കാൻ കഴിയാത്തവണ്ണം പുറത്തേക്ക് വന്നതുകൊണ്ടാണ് അത് വ്യവഹാരത്തിലേക്ക് പോയത്. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് ഞാൻ അതൊരു പോസ്റ്റ് ആയിട്ടിരുന്നു ആഷ്മി. എല്ലാ മേഖലയിലും ഉള്ളത് പോലെ നല്ലവരും ചീത്ത വ്യക്തികളും സിനിമാ മേഖലയിലും ഉണ്ട്. അപ്പൊ നമുക്ക് കംഫർട്ട് എന്ന് തോന്നുന്ന സിനിമകളും അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എവിടെയോ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാളും നല്ലത് നമ്മളെ കൂടെയുള്ള അസിസ്റ്റൻസോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാളെ കൂട്ടിയിട്ട് പോവുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ആഷ്മി ചെയ്യാൻ. പിന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൊഡക്ഷൻ. ഇപ്പൊ മുന്നേ ഒരു ബംഗാളി നടി പറയുണ്ടായി, ഇത്രയും മമ്മൂക്കയുടെ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഡിസിപ്ലിൻ ഉള്ള ഒരു സെറ്റാണ്. സോ മമ്മൂക്കയുടെ സെറ്റിൽ ഞാനും വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. അത്രയും ഡിസിപ്ലിൻ ഉള്ള ഒരു സെറ്റില് ആ ഒരു നടിക്ക് അപ്പം എന്തുകൊണ്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരുപാട് ഫിയർ ആയതുകൊണ്ടായിരിക്കും, പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു വാക്ക്, ഇങ്ങനെ ഒരു പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അത് സൂചിപ്പിക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് ആഷ്മി. എന്തുകൊണ്ട് അപ്പം പറഞ്ഞില്ല എന്ന് ചോദ്യം അവിടെ നിൽക്കുന്നത്. പക്ഷെ അപ്പം പറഞ്ഞില്ല എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അഞ്ജലിയേക്കാളും എന്നേക്കാളും കൂടുതൽ ആധികാരികമായി പറയാൻ കഴിയുന്നത് ജസ്റ്റിസ് ഹേമയ്ക്കാണ്. ഹേമ വിശദമായി പഠിച്ചതാണ്. ഹേമ തന്നെ പറയുന്നു, പറഞ്ഞാൽ ഒരു വിനിമയ ജഡ്ജി തന്നെ പറയുകയാണ്, ഞാൻ തന്നെ കണ്ട് ഞെട്ടിപ്പോയി എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായും അതിന് ഗ്രാവിറ്റി. ഞാൻ എത്താം അഞ്ജലി.